വയനാട് ചുരത്തിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണത്. എൻ്റെ അമ്മയും പെങ്ങളൊക്കെ വയനാട്ടിലായിരുന്നു. അപ്പോൾ അവരെ ഞാനും നമ്മുടെ ശരത്തോടെ കൊല്ലത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ വയനാട് നിന്ന് വെച്ച് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. ഞങ്ങളുടെ ഒരു മിറർ അങ്ങ് പോയി കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറർ റെഡി ആക്കി കൊടുക്കണം. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വേണ്ടി. ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന മോശമല്ലേ, വണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട്. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാതെ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, അതേപോലെ തന്നെ വയനാട് ചുരത്തിനെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അതാണ്ട് പുറകെ 2 പേരുണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ്ട് നമ്മുടെ ശരത്തും വിഷ്ണുവാണ്. അപ്പം മിനിഞ്ഞാന്ന് രാത്രി 1 മണിക്കാണ് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഒരു ഫസ്റ്റ് വളവ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുരത്തിലേക്ക് എൻ്റർ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ഇട സൈഡാണ് അവിടെ മറ്റേ ഈ കൊക്കയം വരുന്നത്. വന്നുകൊണ്ട് ഇങ്ങോട്ട് ഇരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ലോറി കയറി വരുന്നു. നമ്മളൊരു 30 കിലോമീറ്റർ സ്പീഡ് അല്ലടാ ചേർത്തെ, 30 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരുന്നു. അപ്പം സൈഡ് കൊടുക്കാൻ വേണ്ടി തിരിച്ചല്ല, ജസ്റ്റ് സൈഡിലേക്ക് മാറ്റുമല്ലോ വണ്ടി. അപ്പം ഈ വള്ളിയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സ്ഥലമായിരുന്നു. വള്ളിക്കകത്ത് ഒന്നിടിച്ചു, ടക്ക് തെറിച്ച് കുറേ ഭാഗങ്ങൾ താഴെ പോയി, ചുരത്തിൻ്റെ താഴേക്ക് പോയി. അതുകൊണ്ട് അതിൻ്റെ പീഴ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. ചുരത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു കാരണവശാലും മാക്സിമം നിങ്ങൾ ചുരം ഇറങ്ങാൻ കയറുകയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുരം കയറി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ലൈറ്റ് പോകുകയാണെങ്കിൽ അതോടെ നിങ്ങളുടെ വണ്ടി നടുറോട്ടി ചവിട്ടി നിർത്തേണ്ട അവസ്ഥയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇടാത്ത ചുരം അല്ല ചേർത്തെ, ലൈറ്റ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിന്നാമിന്നി പോലും കാണത്തില്ല അവിടെ. പിന്നെ ചുരം ആയതുകൊണ്ട് എപ്പോഴും മഞ്ഞിറങ്ങാനും പിന്നെ അതേപോലെ ഇപ്പം മഴയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ, ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അല്ലടാ. അത് ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ലൈറ്റ് ഒക്കെ കണ്ടീഷനാണെന്ന് നോക്കിയിട്ട് ഇറങ്ങാവുള്ളൂ. അതേപോലെ പെട്രോളിൻ്റെ കാര്യം മെയിൻ. വൈത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പമ്പില്ല, പിന്നെ ചുരം ഇറങ്ങി താഴെ വരണം. അല്ലെ ചുരം താഴെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചുരം കയറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടൗണിലൊന്നും പെട്രോൾ പമ്പൊന്നുമില്ല. അതൊരു വിഷയമാണ്. മെയിനായിട്ട് നോക്കണ ലൈറ്റിന്റെ കാര്യം കേട്ടോ. ഒരു വെളിച്ചമില്ല. അതുപോലെ 6 വളവുകളാണ്. വളവുകളുടെ പ്രത്യേകിച്ച് അൺകണ്ടീഷൻ ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ടയർ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. രാത്രി പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും തന്നെ അല്ലടാ. രാത്രി പോയാൽ പെടും. പിന്നെ കട്ടറിന്റെ കാര്യം അവിടെയുള്ള PWD അല്ല റോഡ് വകുപ്പിന് അല്ലടാ, റോഡ് ചെയ്യുന്ന വകുപ്പിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ എത്ര റോഡ് പുതിയ ടാർ ചെയ്താലും എൻ്റെ വീട് വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിലെന്ന് വെച്ചാൽ വയനാടും കൊല്ലമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും കാണാം, ഒരു തവണ പോകുമ്പോൾ ചിലപ്പോൾ നല്ല ടാർ ചെയ്ത് അടിപൊളി റോഡാക്കിയിട്ടേക്കുമായിരിക്കും. തിരിച്ചു വരുമ്പം മൊത്തം പൊളിഞ്ഞ് കിടക്കുമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളിൽ വെള്ളം ഇങ്ങനെ ഉറ്റിട്ട് വീണിട്ടല്ലടാ റോഡ് പൊളിയുന്ന സിറ്റുവേഷനാണ്. അപ്പൊ അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും കട്ടറും ആയിരിക്കും. പിന്നെ ഹെവി വണ്ടികളും വരുന്നുണ്ട്. ഇഷ്ടം പോലെ വയനാട്ടിലേക്കുള്ള മെയിൻ റോഡാണല്ലോ കോഴിക്കോട് വയനാട് റോഡിലേക്കുള്ള. കോഴിക്കോടെന്നല്ല മെയിൻ വഴി തന്നെയാണ് അത്. അപ്പോ അതുകൊണ്ട് ഹെവി വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആദ്യമേ ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് നിന്ന് കയറി വരുവാണെങ്കിൽ ആദ്യത്തെ വളവുകളൊക്കെ നല്ല അടിപൊളി വളവുകളാണ്. എന്ന് വെച്ചാൽ നമ്മള് മറ്റേ ട്രെയിലർ വണ്ടി ഉണ്ടല്ലോ, മറ്റേ ഇല്ലടാ, എല്ലാം വലിയ വണ്ടികളും അതുപോലെ സിമ്പിൾ ആയിട്ട് അത് തന്നെ സിമ്പിൾ ആയിട്ട് കയറി പോരും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വീതിയാ, ഒരു 3-4 ബെൻഡ്. അല്ല അത് കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കരുത്. കാരണം എന്ന് വെച്ചാൽ മേലേക്ക് കയറി തോറും വഴി ചെറുതായി വരും. പിന്നെന്തുള്ളിയ ചുരത്തിനെ കുറിച്ച് പറയാനുള്ളത്? ചുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് ആട്ടോ സ്പെയർസോ മാരുതി കലിക്കട്ടുള്ള ഒരു കൊച്ചു ചൂരം കരിന്തണ്ടെങ്ങാനും കണ്ടുപിടിച്ചോ സായിപ്പന്മാരങ്ങനെ വെട്ടിക്കോ. അല്ല വെടിവെച്ചോന്നല്ലേ പാവം, അങ്ങനെ വെടിവെച്ചോന്നതിനോട് ഞങ്ങൾ എന്തു പറയാ, നമ്മൾ അവിടുത്തെ വീഡിയോ കൂടെ കുറച്ച് എടുക്കണ്ടായിരുന്നു. വീഡിയോ എടുക്കാത്തതിന് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാത്തതിന് മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരാക്കൂരിട്ടും കാട്ട മഴയും ഒടുക്കത്തെ മഞ്ഞും ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളെ കണ്ണ് എത്ര പവർ ഉള്ളതാ അത് വെച്ച് തന്നെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് വെച്ചിട്ട് എന്തോ കാണാനല്ലേ. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല 1 മണിക്കാണ് വന്നത്. 1 മണിക്കൊക്കെ ഇല്ലടാ എത്ര വണ്ടി കയറി പോയേക്കാണ് ചേർത്ത് നമ്മള് ചോരം വഴി. ഒരു 10 വണ്ടി തിരിച്ച് കയറി കാണത്തുള്ളൂ നമ്മൾ ഇറങ്ങിയ സമയത്ത്. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ കൊറോണ ഈ സീസൺ ആയതുകൊണ്ടായിരിക്കും. അപ്പം അതൊന്ന് സൂക്ഷിക്കുന്ന നിലയാണ്. മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ബെൻഡിന്റെ അവിടെയൊക്കെ റേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റേഞ്ച് ഇല്ലടാ ചേർത്തെ, റേഞ്ച് ഇല്ല. കുറച്ച് സ്ഥലത്ത് റേഞ്ച് ഇല്ല. അവിടെ നിങ്ങൾ പെട്ടതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കറി വെച്ചോളിയാ. കാട്ടുപന്നിയല്ല, നാട്ടുപന്നിയാണ്. ഇനി അതും പറഞ്ഞിട്ട് ഇനി മറ്റേ അവരെല്ലാം കൂടെ എന്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട.
വളർത്തുപന്നി ഇറച്ചി. അത് നമുക്ക് ഇവിടെ കിട്ടാത്ത, കൊല്ലത്ത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ടിരുന്നത്. പോർക്ക് അത് തന്നെ. കൊല്ലത്ത് കിട്ടും, പക്ഷെ എവിടെയാണെന്ന് അറിയാൻ വയ്യ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ, ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. പുതിയ മേടിച്ചു കൊടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ വണ്ടി ഇച്ചിരി പഴയ വണ്ടിയാണ്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ച് വെച്ചാൽ അത് പൊളിക്കുന്നോളും. അതുകൊണ്ടാണ് ഞങ്ങൾ പൊളിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വയനാട് വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഇവിടം വരെ മഴയായിരുന്നു. ചുരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിച്ച്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും മണ്ണിടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ചേട്ടാ, ഈ മേവറം എവിടെ? മേവറം അടുത്ത ജംഗ്ഷൻ അവിടെ വണ്ടിയൊക്കെ പൊളിക്കുന്നത് ആണല്ലേ? നിങ്ങൾക്ക് രണ്ടും അറിയാൻ വേണ്ടി ഒരാളെ നീ കേട്ടോടാ? ഞാൻ കേട്ടില്ല കേട്ടോ. ഇത് ഞങ്ങൾ ഡ്രൈവറൊന്നും അല്ല കേട്ടോ, മിണ്ടാതിരുന്ന് ഇതാക്കുക. വൈസ് നമ്മളങ്ങനെ അവസാനം നമ്മളെ സ്ഥലത്തെത്തി. എന്തോടാ അത്? നമ്മുടെ ക്ലാസ് ഉണ്ടോ എന്ന് നോക്കണം. ക്ലാസ് ചെല്ലുവാ. അഥവാ ചേട്ടാ, നമുക്ക് 2012, 2013 6ന്റെ ഗ്ലാസ് ഉണ്ടോ? സൈഡ് മിറർ ഇരിപ്പുണ്ട്. പോയി നോക്കിയാ പോരെ? ഓട്ടോമാറ്റിക് ഇരിപ്പുണ്ടല്ലേ? ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാ വണ്ടിയുടെ എല്ലാ പാർട്സും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ പാർട്സ് മേടിച്ച ഒരു വണ്ടി അങ്ങ് പണിഞ്ഞു. ഗൈസ്, ഞങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പാർട്സ് എടുത്തിട്ട് ഒരു വണ്ടി അങ്ങ് ഉണ്ടാക്കിയത്. എഞ്ചിൻ വരുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ? സൂപ്പർ ഗൈസ്, വണ്ടി എഞ്ചിൻ. ഇതെന്തോളം സാധനം പാട്ടുണ്ടാകും തോന്നുന്നു ഗൈസ്. എഞ്ചിൻ പാർട്സ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത ചെറുക്കന്മാർക്ക് നമ്മുടെ. പിന്നെ നമ്മുടെ വലിയ ഞങ്ങളുടെ വണ്ടി ഇപ്പൊ ബൈക്ക് എടുത്തിട്ട് ഏകദേശം ഒരു 5 കൊല്ലത്തിന് ഒരു 3 മാസം കൂടെ അങ്ങോട്ടേ ഉള്ളൂ. അല്ലടാ, 5 കൊല്ലം 3 മാസം ഉള്ളൂ. മൂന്നാർ പോകാൻ വേണ്ടി മാത്രം എടുത്ത വണ്ടിയാ. പക്ഷെ മൂന്നാർ ഇതുവരെ കണ്ടിട്ടില്ല. വണ്ടി മര്യാദയ്ക്കൊന്ന് എറണാകുളം പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിഷ്ണു, താമസത്തെ കുറിച്ച് 2 വാക്ക്. ഇത് നല്ലൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുവരുന്ന വിഷ്ണുവാണ്. വിഷ്ണുവിന് ഈ എണ്ണ പലഹാരത്തിനോട് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ ലവറിന് പോലും ഫസ്റ്റ് ഡേ ഒക്കെ മേടിച്ചു കൊടുക്കുന്ന ഉള്ളിവടയാണ്. ഇതും ചോക്ലേറ്റ് പരിപാടിയൊന്നുമില്ല. ഒരു പരിപ്പോടി ഒരു പഴംപൊരി എന്താ കേട്ടോ? എനിക്ക് ഈ പഴംപൊരി മതി. എനിക്കറിയില്ല, ഞാൻ വന്നപ്പോഴേ നോട്ടോട്ടെ സാധനം അത് പാവടാ, അല്ല അതിന് ഫീൽ ആകത്തില്ല. ആ 2 ചായ ഇതിൻ്റെ മുകളിലേക്ക് പോയി എല്ലാം കൂടെ. ഗൈസ്, നമ്മൾ വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ് ഈ പോകുന്നത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വെള്ളത്തിന് ചുറ്റും റോഡുണ്ടല്ലേ? അടിയൻസ്, ഇതിന് മൊത്തം റോഡുണ്ട്. നമുക്ക് ഇതിനെ മൊത്തം ഡ്രൈവ് ചെയ്ത് തരാം. കാർ ഓടിക്കാൻ പറ്റില്ലടാ? പറ്റും. സൂപ്പർ വ്യൂ ആണ് ഇവിടെ. അല്ല, ഇത് ബോട്ട് സഫാരിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ. പിന്നെ ഇപ്പം നിർത്തിയെന്തോ ഇതേതാ മാസം? കന്നിമാസം. ഇംഗ്ലീഷ് മാസം എത്ര? സെപ്റ്റംബർ മാസത്തിൽ ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ? അത് തന്നെ, കൊന്ന പൂത്ത് വെക്കുന്നേ. നീ കൊന്നയ്ക്ക് ടൈമിങ് തെറ്റിയതാണോ അതോ എന്തോ നമുക്ക് ടൈമിങ് തെറ്റിയതാണോ എന്ന് മനസ്സിലാകുന്നില്ല. കൊന്നയ്ക്ക് ടൈമിങ് തെറ്റിയതായിരിക്കും അല്ലടാ? ഗൈസ്, നമ്മുടെ കണ്ണുകളിൽ പോയി ഗൈസ്. നമ്മൾ അവിടെ ചെന്നതിൻ്റെ വില ചോദിച്ചപ്പം എത്രടാ? 3500 രൂപ ആവും അവിടെ വണ്ടി പൊളിക്കുന്ന. അവിടെ അവർ 20,000 രൂപയ്ക്ക് വണ്ടി എടുത്ത് പൊളിച്ചിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ്സിന് മാത്രം 3500 രൂപ. 2 ഗ്ലാസ് ആകുമ്പോൾ 7000 രൂപയോ എന്നൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ അത് അവരുടെ ബിസിനസ്, അവർക്ക് ലാഭം. ചായ കച്ചവടത്തിനാണോ? അത് ശരിയാ, ബിസിനസ് അവർക്കും വേണ്ടേ. അപ്പൊ ഞങ്ങളിങ്ങനെ തപ്പി വന്നപ്പോൾ നമ്മുടെ ആമസോണിൽ സാധനം കിടപ്പുണ്ട്. ഏകദേശം 1500 രൂപ ആവുള്ളൂ. അല്ല, അവരെ കുറ്റപ്പെടുത്തുന്നില്ലടാ. അല്ലെങ്കിലും ഞാൻ പറഞ്ഞേ, അവർക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ആയിക്കോട്ടെ. അപ്പം ഇല്ലടാ രഞ്ജു, 1500 രൂപയ്ക്ക് ആമസോണിൽ സാധനം കിടപ്പുണ്ട്. ഇതുവരെയുള്ള വീഡിയോ കണ്ടിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് നമ്മുടെ ഗ്ലാസ് മിറർ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ മിറർ ഇന്നലെ വന്നു. നമ്മുടെ ആമസോണിൻ്റെ കൊറിയറായിട്ടുള്ള ഇ-കോമിലാണ് വന്നത്. അപ്പോൾ അവർ ഇപ്പോൾ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നില്ല പോലും, അവിടെ ചെന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സാധനം അവിടെ ചെന്ന് എടുക്കാൻ നോക്കിയപ്പം വലിയൊരു വെട്ടി, ഭയങ്കര വെട്ടി. ഞാൻ ഒരു 2 മിറർ ഉണ്ടത്. അപ്പോൾ അത് ഞാൻ ബൈക്കിലൊക്കെ വെച്ച് കെട്ടി കൊണ്ടുവന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അഴിച്ചു നോക്കി നമ്മുടെ സാധനം കിട്ടി. ഇതാണ് നമ്മുടെ മിറർ. ഇതാണ്ടേ ഫുൾ സെറ്റാ. പക്ഷേ വേറൊരു ചെറിയ വിഷയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് അല്ല, ഇവിടെ ബ്ലാക്ക് ആയിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ഇതായിരുന്നു. അപ്പോൾ ഇത് പുറത്തുനിന്ന് 450 500 രൂപ ഈ പെയിൻറ്റ് അടിച്ചത്. ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് അത്, വൈറ്റ്, മറ്റേ മെറ്റാലിക് വൈറ്റ് അടിച്ച്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മൊത്തത്തിൽ ചിലവ് ഏകദേശം 1900 2000 രൂപയ്ക്ക് അകത്തായി മൊത്തത്തിൽ ഈ ഗ്ലാസ്സിന്. പക്ഷേ ഇതിൻ്റെ ഷോറൂമിലെ വില വന്നിട്ട്
8,000 രൂപയാണ് ഈ സെയിം സാധനം. ഇത് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കാണ്, ഈ സാധനം ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ഗ്ലാസ്. അതിൻ്റെ വില പറഞ്ഞു ഞങ്ങളെന്താ സെക്കൻഡ് ഹാൻഡ് പോയടുത്ത് അന്ന് വില പറഞ്ഞത് 3,500 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ മിററൊക്കെ ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലോ അതായത് എവിടെയും തട്ടി പൊട്ടിയിട്ടുണ്ടെങ്കിലോ ആമസോണിൽ ബുക്ക് ചെയ്താൽ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ക്വാളിറ്റി കുഴപ്പമില്ല, ആരും റിവ്യൂ ഇടാത്ത സാധനമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് മേടിച്ചത്. പിന്നെ നമുക്ക് വേറെ ഗതിയില്ലാത്തതുകൊണ്ട് മേടിച്ചാൽ റിവ്യൂ നോക്കാതെ. ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആണെന്നാലും സാമാന്യം പൊട്ടുക ഒന്നുമില്ല, നല്ല ടൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അഴിച്ചൊക്കെ നോക്കിയപ്പോഴും കൊള്ളാം, സാധനം കൊള്ളാം. അങ്ങനെ വാങ്ങുക. അപ്പോൾ ഈ സാധനം ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു വണ്ടിയിൽ, പക്ഷേ വണ്ടി ഇവിടെ ഇല്ല, വേറെ ഉള്ള എടുത്തുകൊണ്ട് പോയേക്കാം. അപ്പോൾ അവൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ പോവാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ വയനാട് പോകുന്നവർ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബായ്, ടാറ്റ.